ശ്രീലക്ഷ്മിയാണേ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിന്റെ നിയമമണ്ഡലത്തിന്റെ പ്രകടന പത്രിക ഞാൻ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ട് എനിക്ക് തോന്നിയത് അതിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ ബഹുഭൂരിപക്ഷവും സാധാരണ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഏറെ സൃഷ്ടിക്കുന്ന പദ്ധതികളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അല്ലെങ്കിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തതെന്ന് പറയുന്നത് അതിലെ കൃഷിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടില് യുവാക്കള് അല്ലെങ്കിൽ യുവത്വം കൃഷിയിലേക്ക് ഇറങ്ങാത്തതിന്റെ ഒരേ ഒരു കാരണം അവർക്ക് താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ സാഹചര്യമില്ലായ്മയോ ഒന്നുമല്ല. ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനം അതിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തോട്ടാണ്. അപ്പോൾ ഒരു കാർഷിക മേഖലയുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത് കർഷകന്റെ സാമ്പത്തിക ഭദ്രതയാണ് എന്നുള്ളതാണ് ദ റിയാലിറ്റി. ഒരു കർഷകന് നല്ല വരുമാനം ഉണ്ടാവുകയും അവന്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് കഴിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കർഷകൻ ആ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത്. ഒരു കുറച്ച് തൈകൾ കൊടുത്തതുകൊണ്ടോ അതുമല്ലെങ്കിൽ കുറച്ച് വളം കൊടുത്തതുകൊണ്ടോ അതുമല്ലെങ്കിൽ കൃഷിഭവൻ വഴി ഗൈഡൻസുകളും ക്ലാസ്സുകളും കൊടുത്തതുകൊണ്ടോ കാർഷിക മേഖലയ്ക്ക് ഒരു വലിയ അഭിവൃദ്ധി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ എപ്പോഴും കർഷകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സർക്കാർ പദ്ധതികൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കർഷകരിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിന് അദ്ദേഹം തുടക്കം കുറിക്കുമെന്നാണ്. അതൊരു വലിയ ആശ്വാസമാണ്. അത് കർഷകന് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമായിട്ട് അത് മാറും. അതൊരു വലിയ കാര്യമാണ്. അത് കാർഷിക മേഖലയെ മാത്രമല്ല സാധാരണ നമ്മളെ പോലെയുള്ള ജനങ്ങളെയും നമ്മളുടെ ഒരു ആഹാര രീതിയെയും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ ഉള്ളത് കുടിവെള്ളക്ഷാമമാണ്. അത് നമുക്ക് ഈ വാർത്തകൾ വരുമ്പോഴാണ് ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഈ കുടിവെള്ളമൊക്കെ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ സർക്കാരുകളും എപ്പോഴും എല്ലാ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ന് വരെ ഒരു പൂർണ്ണമായ സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരവുമാണ്. അതിന് പൂർണ്ണമായൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമെന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ ഈ ലീഫ്ലെറ്റ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അതായത് ഫുട്ബോൾ കോച്ചിങ്ങിന് തുടങ്ങാൻ പോവാണ്, ക്രിക്കറ്റ് കോച്ചിങ് തുടങ്ങാൻ പോവാണെന്നൊക്കെ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണക്കാരുടെ മക്കൾക്ക് ഇതിനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയി പഠിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് പല കുട്ടികളും പിന്നോട്ട് പോകുന്നുണ്ട്. അവിടെയാണ് സത്യൻ നഗറിൽ ഒരു വലിയ സ്പോർട്സ് കോംപ്ലക്സ് വരുമെന്നും അതിനകത്ത് ഒത്തിരി പരിശീലന കളരികളൊക്കെ ഉണ്ടാകുമെന്നും പറയുന്നത്. അത് ഒരുപാട് സാധാരണക്കാരായ മക്കൾക്ക് സ്പോർട്സിലേക്ക് വരാൻ ഒരു വലിയ തുടക്കമാകും. നമുക്ക് സഞ്ജുവിനെ പോലെയുള്ള ഒരുപാട് വലിയ അറിയപ്പെടുന്ന സ്പോർട്സ്മാൻമാരെ സൃഷ്ടിക്കാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ പ്രോജക്റ്റ് നടക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് ആശംസകൾ നേരുന്നു. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശാന്തിവിള ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന മിക്കവാറും പേർക്ക് നേമത്തെ ശാന്തിവിള ഹോസ്പിറ്റൽ അറിയാമായിരിക്കും. ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ആശുപത്രിയാണ്. ആ ഒരു സാധാരണക്കാരന്റെ ആശുപത്രിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് വരേണ്ടതുണ്ട്, സ്പെഷ്യാലിറ്റീസ് വരേണ്ടതുണ്ട്. അതും അദ്ദേഹം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ ഓൺ കോൾ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഈ തൃപ്പൂണിത്തറ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളൊന്ന് ഫോൺ ചെയ്ത ഡോക്ടറും സംവിധാനങ്ങളൊക്കെ വരും. അത് എനിക്ക് തോന്നുന്നു എല്ലാ സിറ്റികളിലും ഉണ്ടെന്ന് തോന്നുന്നു. അത്തരം ഇതെന്ന് പറയുന്നത് നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന കാശ് കൊടുത്താണ് നമ്മൾ വിളിക്കുന്നത്. അതല്ലാതെ ഓരോ ഹോസ്പിറ്റലിന്റെയും ഭാഗമായി നമ്മൾ സാധാരണക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ ഒരു പ്രായമായ ആൾക്കാരാണുള്ളത് അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ട് താമസിക്കുന്ന അമ്മയൊക്കെയാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് വിളിക്കുമ്പോൾ എടുത്തോണ്ട് ഓടാൻ ചിലപ്പോൾ പറ്റണം എന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് വിളിക്കുമ്പോൾ വരാൻ ഒരു വൈദ്യസഹായ ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ 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 ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ പുതിയ തലമുറയുടെ ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാനത് ആ ഒരു പ്രകടന പത്രികയിൽ കണ്ടത്. പറഞ്ഞു പോയാൽ ഒരുപാട് സമയം പോവും, നിങ്ങൾക്കും ബോറടിക്കും. പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു സമയക്കുറവും എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അത് കാരണം നിങ്ങൾ ഈ പ്രകടന പത്രിക വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി MLA ആയിട്ട് വന്നാൽ എന്താണ് ഗുണം? ഒരു വർഗീയ പാർട്ടിയുടെ MLA അല്ലേ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തിന്റെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരം കാര്യങ്ങൾക്കാണ് മുൻതൂക്കം ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്ന കാര്യം. കാരണം ഏതൊരു ജനപ്രതിനിധിയാണെങ്കിലും പാരമ്പര്യം തുടർന്നുകൊണ്ട് വരുന്നതിന് പകരം
ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയണം. അവിടെയാണ് അവരും നമ്മളും ഒന്നിച്ചു പോകേണ്ടി വരിക. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ജയിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കാരണം പുതിയ പുതിയ പദ്ധതികൾ എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അത് വരട്ടെ, അതിന് അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതും, പിന്നെ മാത്രമല്ല കേന്ദ്ര പദ്ധതികൾ പൂർണ്ണമായി ഇവിടെ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എൻ്റെ വീഡിയോകളുടെ താഴെ വന്നിട്ട് എൻ്റെ അമ്മയ്ക്കും മുത്തിക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ വിളിക്കേണ്ട എന്തെങ്കിലും കാര്യം നിങ്ങൾക്കുണ്ടോ? ഞാൻ വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ പല്ലളിച്ച് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ തെറി പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടോ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലല്ലോ. അപ്പം ഞാൻ വളരെ മാന്യമായിട്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. അതിൽ നിങ്ങൾക്ക് മാന്യമായ പ്രതികരണങ്ങൾ നിങ്ങൾക്കാകാം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾ കണക്കാക്കണ്ട. ഞാൻ ഈ നാട്ടിൽ വോട്ടവകാശമുള്ള ഒരു വോട്ടറാണ്. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, എൻ്റെതായിട്ടുള്ള ചിന്തകളുണ്ട്. ആ ചിന്തകളും രാഷ്ട്രീയവും ഒക്കെ മറ്റൊരാളിൻ്റെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ അഭിമാനത്തെയോ ഒന്നും തന്നെ ചോദ്യം ചെയ്യപ്പെടാതെ അത് പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല എന്നുള്ള ഒരു വസ്തുതയും കൂടിയുണ്ട്. ഇത് എൻ്റെ സഹോദരങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നിങ്ങൾ എന്നെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്നെ ഒന്ന് വിഷമിപ്പിച്ചു എന്ന്. ശരിയാണ്, തെറി വിളിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും പ്രത്യേകിച്ച് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് വിഷമം ഉണ്ടാവും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടാകും? ഇല്ലേ? ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഇലക്ഷൻ ഇന്ന് വന്ന് നാളെ പോകും. നമ്മളെല്ലാവരും ഒന്നാണ്. എവിടെയെങ്കിലും ഞാൻ വീണുപോയാൽ നിങ്ങളും, നിങ്ങൾ വീണുപോയാൽ ചിലപ്പോൾ ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നേരം ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ആരും വരില്ല കേട്ടോ. അത് മനസ്സിലാക്കണം. നമ്മൾ എന്നും സാധാരണക്കാർ ഒന്നാണ്. കാരണം പറയാറില്ലേ, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഗംഭീരമായിട്ട് നടക്കുമ്പോൾ ആൾക്കാർ പറയില്ലേ, പാകിസ്ഥാനിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിൽ അപ്പോഴും നല്ല സൗഹൃദത്തിലാണ്, നേതാക്കന്മാർ തമ്മിലാണ് അടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. നേതാക്കന്മാർ ഇന്ന് വന്ന് നാളെ പോവും. അതുപോലെയല്ല നമ്മൾ ജനം എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, എനിക്കും എൻ്റെതായിട്ടുള്ള ജോലികളുണ്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, വേറെ ഒരു പണിയില്ലേ, ഇത് മാത്രമാണോ പണിയെന്ന്? അല്ല കേട്ടോ, എനിക്ക് അന്തസ്സുള്ളൊരു ജോലിയുണ്ട്, പാചകം കേട്ടോ. ഞാൻ ഈ കറങ്ങുന്ന കസേരയിൽ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ല, തീയിലും പുകയിലും കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമോ അതല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങളോ കോടികളോ ഒന്നും എനിക്കില്ല. എനിക്ക് എന്താ പറയുക, പണിയെടുത്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഞാനിത് പറഞ്ഞത്. ഈ പോസ്റ്റിനെങ്കിലും തെറിവിളി കുറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സംസ്കാരം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.